ഞാൻ ഇന്ന് എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ചേനത്തണ്ട് പുളിങ്കറിയാണ് ഉണ്ടാക്കുന്നത്. പുളിങ്കറി ഉണ്ടാക്കാനായി ഒരു ചേനത്തണ്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കണം. വൃത്തിയാക്കി എടുത്ത ചേനത്തണ്ട് നീളത്തിൽ കീറി ചെറുതായി അരിഞ്ഞെടുക്കാം. ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുക്കണം. ഇനി കനം കുറച്ച് അരിഞ്ഞിട്ട് ഈ ചേനത്തണ്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കഷ്ണങ്ങൾക്ക് താഴെ വെള്ളം നിൽക്കുന്ന വിധത്തിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇത് 4-5 വിസിൽ വരുന്നതുവരെ വേവിച്ചെടുക്കാം. ഇതിപ്പോൾ 5 വിസിൽ വന്നിട്ടുണ്ട്. ആവിയൊക്കെ പോയി തണുത്ത ശേഷം തുറക്കാം. അപ്പോഴേക്കും ഒരു മുറി തേങ്ങ ചിരവിയത്, കൂടെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 1 നെല്ലിക്ക വലുപ്പത്തിൽ പുളിയും കുറച്ച് വെള്ളവും ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കാം. നന്നായി തണുത്ത ശേഷം തുറന്ന് നോക്കാം. ഇതിപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കഷ്ണങ്ങൾ വേവിക്കുന്നതിന് മുന്നേ തന്നെ ഇതിലേക്ക് ഉപ്പ് ചേർത്താലും വെന്ത് കിട്ടും. ചെറുതായി ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇതിലേക്കിനി തേങ്ങ അരച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. കറിയുടെ ആവശ്യത്തിനനുസരിച്ച് വേണമെങ്കിൽ കുറച്ചുകൂടി ഇതിലേക്ക് വെള്ളം ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കാം. കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറവ് ചേർത്ത് കൊടുക്കാം. ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. എണ്ണ ചൂടായ ശേഷം 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കൂടെ 1/4 ടീസ്പൂൺ ഉലുവയും 2 വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് മൂപ്പിച്ച് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. പുളിക്ക് പകരം തൈര് ഒഴിച്ചും ഇതുപോലെ കറി ഉണ്ടാക്കിയെടുക്കാം.